ഹലോ. ആ പീറ്റർ. ആര്? കുമാറോ? എത്ര കാലമായി നീ എന്നെ ഒന്ന് വിളിച്ചിട്ട്? ഇന്ന് ട്രാൻസ്ഫർ ആയെന്ന് ഇങ്ങോട്ട്. വെരി ഗുഡ്. മറ്റേതാ വരുമോ? ഓക്കെ, ഞാൻ എയർപോർട്ടിൽ വരാം. അതൊക്കെ ശരിയാക്കാന്നേ. ആ ശരി, ഓക്കെ ഓക്കെ. കുഞ്ഞേ, ഇന്നും രാവിലെ ആ വീട്ടുടമസ്ഥൻ വന്നിരുന്നു. മോന്റെ തീരുമാനം എന്താന്ന് വെച്ചാൽ അറിയിക്കാൻ പറഞ്ഞു. ഞാൻ എന്ത് പറയാനാ? ഏതെങ്കിലും നല്ല പാർട്ടിയെ കിട്ടിയാ കൊടുത്തോളാം പറ. എനിക്ക് തൽക്കാലം ഇൻട്രസ്റ്റ് ഇല്ല. ഞാൻ വെറുതെ പറയാണെന്ന് തോന്നരുത്. നല്ല കണ്ണായ സ്ഥലമാ. 5 ലക്ഷം രൂപ അശേഷം കൂടുതലല്ല. പിന്നെ ഒരു കാര്യം, എന്നും ബിസിനസ് ഇതുപോലെ നടന്നു വരില്ല. ഇപ്പോഴാണെങ്കിൽ 5 ലക്ഷം രൂപ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ സാധിക്കുന്നതാ. തൽക്കാലം നമുക്ക് ഈ വീട് വാങ്ങുന്ന കാര്യം ഡ്രോപ്പ് ചെയ്യാം. പിന്നെ ആവട്ടെ. ഞാൻ പറയാനുള്ളത് പറഞ്ഞു. ഇനി കുഞ്ഞിന്റെ ഇഷ്ടം. ഇതൊന്ന് അയച്ചതാ. കിടന്ന് തുള്ളാനടാ, അടങ്ങി നിക്ക്. എന്താ ബാഗിൽ? ഒന്നുമില്ല. തുടങ്ങോ? വേം വേം. Excuse me, 1 minute. Soon. അവിടെ ഇരിക്കേ. വാറ്റ് 69, 2 ലിറ്റർ ബോട്ടിൽ. 500 രൂപ അതിന്റെ വില. ഒറ്റയ്ക്ക് കഴിക്കാൻ ഒരു മടി. വളരെ വിശേഷപ്പെട്ട സാധനം ആയതുകൊണ്ട് മേനോ സാറിനെയും കൂട്ടാന്ന് കരുതി. ആരെയാ നോക്കുന്നത്? അല്ല, അവളെങ്ങാനും പെട്ടെന്ന് കേറി വന്നാലോ. Cheers. Cheers. ഡാഡി കുടിക്കുക. മമ്മി അറിഞ്ഞ മമ്മിയോടൊന്നും പോയി പറഞ്ഞേക്കരുത്. ആ ചേച്ചി കാണുന്നതിന് മുമ്പ് നിർത്തിയില്ലെങ്കിൽ ചേട്ടന്റെ കാര്യം കുഴപ്പത്തിലാവും. ഫുൾ. ചേട്ടനെവിടെ? പതുക്കെ ചിരിടാ ദ്രോഹി. നിങ്ങൾ കഴിച്ചോ? നുണ, നിങ്ങൾ കഴിച്ചിട്ടുണ്ട്. വാ തുറന്നേ, തുറന്നേ. ഊതിക്കേ. അകത്തേക്കല്ല, പുറത്തേക്ക്. അയ്യോ, കുടിച്ചിട്ടുണ്ടല്ലോ. നല്ല മണമുണ്ട്. നീ എന്തിനാ ഇതിവിടെ കൊണ്ടുവന്നത്? നിനക്കറിയാൻ പാടില്ലേ ഇങ്ങനത് കുടിക്കാൻ പാടില്ലെന്ന്? എടി, ഞാൻ അതിന് അധികം ഒന്നും കഴിച്ചിട്ടില്ല. ഇത്രേ കഴിച്ചോളൂ, ഇത്രയും. ഇനി വന്നേ. ഇത് മുഴുവൻ ഇന്ന് തീർക്കാനാണോ ഭാവം? ചിലപ്പോ തീർത്തെന്ന് വരും. ഞാൻ നല്ല മൂഡിലാ. അടിച്ച് ബോധമില്ലാതെ കിടന്നാലേ ചോന്നോണ്ട് പോകാൻ എന്നെ കൊണ്ടൊന്നും പറ്റില്ല. നീ പോടാ. ഇതിന്റെ പേരെന്താ അങ്കിൾ? എനിക്കൊരു കടലാസിൽ എഴുതി തരാമോ? എന്തിനാ? എന്റെ ക്ലാസ്സിലെ കൊറേ ദുബായിക്കാരുടെ കുട്ടികളുണ്ട്. ഭയങ്കര ഗമ്മിയാ അവർക്ക്. അവരോട് പറയാനാ എന്റെ ഡാഡിയോ അങ്കിളോ ഇതാ കഴിക്കുന്നേന്ന്. ഇതിന് എന്താ വില അങ്കിൾ? 500 രൂപ. 500 രൂപയോ? നിനക്കേ ഒരു സ്മോൾ വേണോ? ഇഷ്ടമാണ്, പക്ഷെ വേണ്ട. മമ്മി അറിഞ്ഞോ കുഴപ്പാവും.
ഊണ് കഴിച്ചത് മതി, നാവ് കുഴയുന്നുണ്ടല്ലോ. വരൂന്നേ. വാ. എന്താ ഇത്? അത് കുഴപ്പമില്ല. ഞാൻ പിന്നെ ഇത് കസേര ഞാൻ അപ്പോഴേ പറഞ്ഞതാ, എനിക്കറിയായിരുന്നു. ഇല്ല, ഞാൻ പോവാ. എഴുന്നേൽക്കുമ്പോ പറഞ്ഞേരെ. കുഴപ്പമില്ല. പ്രശ്നം സോറി. ഇവിടെ വെച്ചായതുകൊണ്ട് നോക്കാനെങ്കിലും ആളുണ്ടായി. വല്ല ഹോട്ടലിലോ ബാറിലോ വെച്ചായിരുന്നെങ്കിൽ കൊച്ചു കുട്ടികളാണെങ്കിൽ ശാസിക്കാം, ഉപദേശിക്കാം. സ്വയം നിയന്ത്രണമില്ലാത്ത ഒരാളോട് എന്ത് പറയാനാ? കുടിച്ചോ, ഇഷ്ടം പോലെ കുടിച്ചോ. അതിന് മറ്റുള്ളവരെ ഉപദ്രവിക്കുന്ന എന്തിനാ? ഇന്ന് രാവിലെ ചേച്ചി വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞപ്പോഴല്ലേ മനസ്സിലായത് ചേട്ടൻ അവിടെ എന്തൊക്കെയാ കാട്ടിക്കൂട്ടിയതെന്ന്. ഞാൻ എന്തോന്ന് പറ, എനിക്കൊന്നും ഓർമ്മയില്ല. എങ്ങനെ ഉണ്ടാവും? അതിന് ബോധം ഉണ്ടായിട്ട് വേണ്ടേ? പാവം ദേവി ചേച്ചി എന്തുമാത്രം വിഷമിച്ചെന്നോ. ചേട്ടന് നാണമില്ലേ? ആ, ഇനി ബാക്കി അവരെ കാണുമ്പോ പറഞ്ഞോളൂ. അങ്കിൾ, രണ്ടു മൂന്ന് ദിവസമായല്ലോ നിന്നെ കണ്ടിട്ട്. നീ എന്താ അങ്ങോട്ടൊന്നും വരാത്തത്? ഓഫീസിൽ തിരക്കായിരുന്നു. നിന്റെ പ്ലാസ്റ്റർ ഒന്ന് മാറ്റി. ഇന്നലെ അങ്കിൾ അന്ന് കുറിച്ച സാധനത്തിന്റെ പേരെന്താ? ഐ ആം സോ സോറി. അന്ന് ഞാൻ എന്തൊക്കെ പറഞ്ഞു. ദേവിയെ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞല്ല, എന്നൽപ്പം ഓവറായി പോയി. ഐ ആം ടെറിബിളി സോറി. തെറ്റെന്റെ ഭാഗത്ത് തന്നെ. ദേവിക്ക് എന്നെ നല്ലപോലെ അറിയാം. ഇതിനു മുമ്പ് ഒരിക്കലും എന്നിൽ നിന്ന് ഇങ്ങനൊരു പെരുമാറ്റം ദേവി കണ്ടിട്ടില്ലല്ലോ. മനസ്സിലൊന്നും വെച്ചേക്കരുത്. ഞാൻ എന്തൊരു പൂർണ്ണ. അതെ, അന്ന് ഞാനല്ല സംസാരിച്ചത്, എന്റെ ഉള്ളിൽ കിടന്ന മറ്റവനാ. ആ ചിരി എന്നെ നോക്കിയായിരുന്നെങ്കിൽ എനിക്ക് എന്തൊരു ആശ്വാസമായിരുന്നു. ഇന്നായിട്ടാ വേണ്ട. 2-3 ദിവസമായി സ്മോൾ അടിക്കാതെയുള്ള ചേട്ടന്റെ ഇരിപ്പ് കാണുമ്പോ എനിക്ക് തന്നെ ഒരു വിഷമം. സാരമില്ല, പ്ലീസ് ഹാവ് ദിസ്. ഞാൻ അന്ന് പറഞ്ഞുകൊണ്ടാണോ? അത് അപ്പോഴത്തെ ദേഷ്യത്തിന് പറഞ്ഞല്ലേ. കഴിക്കണ്ട. ചേട്ടൻ ദേവി ചേച്ചാണോ പെട്ടെന്ന് കുടിക്കണ്ടെന്നുള്ള തീരുമാനം എടുത്തത്? ഞാൻ പറഞ്ഞിട്ടാവാൻ വഴിയില്ല, തനിയെ തോന്നാനും വഴിയില്ല. അപ്പൊ പിന്നെ ദേവി ചേച്ചി വല്ലതും പറഞ്ഞോ? നിർത്ത്, മതി മതി മതി. ഒരു പെണ്ണ് പറഞ്ഞെന്ന് വെച്ച് ഇത്രയും പേടിക്കാനുണ്ടോ? അപ്പൊ ദേവി ചേച്ചി പറഞ്ഞാൽ കേൾക്കുമല്ലേ? എനിക്ക് മനസ്സിലാവുന്നുണ്ട്. എന്താ മനസ്സിലാവുന്നുണ്ട്? ഉവ്വ